പ്രൈസ് ദി ലോർഡ്. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഓടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവായ ദൈവം ഞാനാണെന്ന് അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധിയും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ നൽകും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് വിനോദ് എന്നാണ്, വിനോദ് ജോൺ. ഞാൻ ബ്രാഡ്ഫോർഡിൽ നിന്നാണ് വരുന്നത്. എനിക്ക് കിട്ടിയ ഒരു നിധിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. നിധി കിട്ടിയ കാര്യവും അതിന് ഞാൻ ഉപയോഗിച്ച താക്കോലും ഇത് രണ്ടും ഞാൻ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് നിങ്ങളിൽ പലരും ജോലി ചെയ്യുന്ന NHSൽ ഞാൻ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു. 3 വർഷമായിട്ട് എവിടെ ആപ്ലിക്കേഷൻ അയച്ചാലും അപ്പം എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കും, പക്ഷെ ജോലി കിട്ടില്ല. ഒരു 80 സ്ഥലത്തെങ്കിലും ഞാൻ, നിങ്ങൾ ഏത് സ്ഥലത്തുനിന്ന് വന്നാണെങ്കിലും ഞാൻ ആ സ്ഥലത്ത് വന്നിട്ടുണ്ടാവും. ഏകദേശം ഒരു 80ഓളം സ്ഥലത്ത് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. വളരെ നല്ല ഇൻ്റർവ്യൂ, അവർ ആസ് യൂഷ്വൽ പറയും വളരെ നല്ല ഇൻ്റർവ്യൂ മിടുമെടുക്കാൻ, പക്ഷെ ജോലി കിട്ടില്ല. അങ്ങനെ ഞാൻ ഒരിക്കൽ നമ്മുടെ വട്ടായിലച്ചൻ വന്ന നോട്ടിങ്ങാം ധ്യാനത്തിൽ ഞാൻ ചെന്നു. അവിടെ ആദ്യമായിട്ട് UK വന്നിട്ട് ആദ്യമായിട്ടൊരു ധ്യാനം കൂടുന്ന അവിടെ വെച്ചാണ്. അവിടെ കൂടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അന്ന് ധ്യാനിക്കാൻ പറ്റിയത്, കാരണം അന്ന് ആ ഒരു അപകടം നടന്നത് ഓൾമോസ്റ്റ് എൻ്റെ കൺമുമ്പിൽ വെച്ചാണ് ആ കുഞ്ഞിൻ്റെ. അതുകൊണ്ട് അന്നത്തെ ദിവസം ഒന്നും പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച അന്നൊരു തീരുമാനമെടുത്തു, എന്തായാലും ഇനി ധ്യാനങ്ങൾക്ക് വരണം, സിഹിയോനിൽ ധ്യാനത്തിന് വരണം, സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷന് വരണമെന്ന് വിചാരിച്ചു. പിറ്റത്തെ മാസം ഞാനിവിടെ ധ്യാനത്തിന് വന്നു. അപ്പോൾ വരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് വീണ്ടും ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ഞാൻ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഞാനിവിടെ ധ്യാനത്തിന് വരുന്നത്, കാരണം ഇൻ്റർവ്യൂ കൊടുത്തേച്ച് വരികയാണ്, കിട്ടും. സോജിയച്ചനെ കണ്ടു. സോജിയച്ചനെ കണ്ട് ഞാൻ പറഞ്ഞു, സോജിയച്ച വളരെ ബുദ്ധിമുട്ടാണ്, എങ്ങനെയാലും ഒന്ന് രക്ഷിക്കണം, പ്രാർത്ഥിക്കണം. സോജിയച്ചൻ പറഞ്ഞ് നടക്കുകയല്ല, വെറുതെ നോക്കണ്ട, ഈ ജോലി കിട്ടത്തില്ല. ഉടനെ അക്ഷയാച്ചൻ പറഞ്ഞു, ഉടനെ തന്നെ മറ്റൊരു ജോലി ശരിയാകും. അപ്പോൾ ഞാൻ ആ പ്രതീക്ഷയിൽ പോയി, മനസ്സ് വെന്തുപോയി, കാരണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ജോലിയാണ്, തൊട്ടടുത്തായിരുന്നു വീടിൻ്റെ, കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിറ്റത്തെ സെക്കൻഡ് സാറ്റർഡേ, ഇത് 3ാമത്തെ മാസം സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷന് വരുന്നതിന് മുൻപായിട്ട് എനിക്ക് ജോലി കിട്ടി. അത് കവൻട്രി അടുത്ത് വാറിക്ക് എന്ന് പറയുന്ന സ്ഥലത്ത്. പക്ഷേ അവിടെ പോയി വരിക, അവിടെ താമസിക്കുക, ഫാമിലി ബ്രാഡ്ഫോർഡിൽ ഭയങ്കര ചിലവ്, ബുദ്ധിമുട്ട്. നിങ്ങളൊക്കെ ലോൺ എടുത്തൊക്കെ നാട്ടിൽ സ്ഥലം മേടിച്ചിട്ടുണ്ടോ? ഞാൻ ലോൺ എടുത്ത് ഇൻ്റർവ്യൂവിന് പോയ മനുഷ്യനാണ്. അപ്പം അത്ര ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ വീണ്ടും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും വീടിനടുത്തേക്ക് ഫാമിലി ആയിട്ടെല്ലാം ഒന്ന് യോജിച്ച് പോകാൻ പാകത്തിന് ഒരു ജോലി വേണം. അങ്ങനെ പെർമനൻ്റ് ജോലി ഉണ്ടായിരുന്നത് കളഞ്ഞിട്ട് ഒരു 3 മാസത്തെ കോൺട്രാക്റ്റിൽ വീടിനടുത്ത് വീണ്ടും മെഡിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഒരു ജോലി വന്നു. അത് അവിടെ പോയി ചേർന്നു. പക്ഷേ 3 മാസം തീരാൻ ഈ മാർച്ച് 31-ന് 3 മാസം തീരുക, ഒരു മാർഗവുമില്ല. ഇത് കഴിഞ്ഞാൽ എല്ലാ ജോലിയും നല്ലതാണ്, പഴയ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലിക്ക് പോകേണ്ടി വരും. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഞാൻ സെക്കൻഡ് സാറ്റർഡേ ഇവിടെ കൺവെൻഷൻ വന്നപ്പോൾ ബഹുമാനപ്പെട്ട സോജിയച്ചൻ പറഞ്ഞു, പ്രാർത്ഥനയിൽ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ എന്ത് കാര്യത്തിന് പോകുമ്പോഴും യേശയ്യ 45:2 അത് ചൊല്ലി അതിനുശേഷമേ പോവുള്ളൂ. അതാണ് ഞാൻ ആദ്യം ചൊല്ലിയത്. അന്ധകാരത്തിലെ നിധിയും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ നൽകും എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയിട്ട് പോകണമെന്ന് ബഹുമാനപ്പെട്ട സോജിയച്ചൻ പറഞ്ഞു. ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയി. ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് പോയത്. എനിക്ക് കഴിഞ്ഞ 80 തവണയും ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല, നിനക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന്. എനിക്കിപ്പോൾ ആകപ്പാട് NHSലുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 4 മാസമുള്ളൂ. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു സീനിയർ പൊസിഷനിലാണ്. പ്രൈസ് ദി ലോർഡ്. വെറും 4 മാസത്തെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് കിട്ടിയിരിക്കുന്ന സീനിയർ പൊസിഷനിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗിൽ നല്ലൊരു ജോലിയാണ്. അതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു, ബഹുമാനപ്പെട്ട സോജിയച്ചനും ഇതിലെല്ലാം ഞാൻ നന്ദി പറയുന്നു, ഈ സംവിധാനത്തോടും എല്ലാം നന്ദി പറയുന്നു. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ചൊരു താക്കോലുണ്ട്, ഈ നിധി കണ്ടെടുക്കാനായിട്ട് ഉപയോഗിച്ചൊരു താക്കോലുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിച്ച താക്കോൽ അതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്ന്, ഇവിടെ വരുന്നതിന് മുൻപായിട്ടും ഈ ധ്യാനത്തിന് വരുന്നതിന് മുൻപായിട്ടും ഒക്കെ എനിക്ക് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യം, ഈ ധ്യാനമൊക്കെ നടത്തുന്ന ഒരു പണപ്പിരിവിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് എന്നൊരു തോന്നൽ. സകല അച്ഛന്മാരും നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്, പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ചെന്ന് ഇടവകയിൽ ചെന്ന് കഴിയുമ്പോൾ എന്നാ പോണേന്ന് ചോദിക്കുന്നതിന് മുമ്പായിട്ട് എത്രയാണ് ഉണ്ടടാന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്.
അതുപോലെ തന്നെ ഇപ്പം എനിക്ക് എൻ്റെ ഇവിടുത്തെ ആണെങ്കിലും ഇടവക പള്ളിയിൽ കുർബാനയ്ക്ക് മലയാളം കുർബാനയ്ക്ക് പോകാൻ ഇഷ്ടമല്ല, ഇംഗ്ലീഷ് കുർബാനയ്ക്ക് പോകാൻ വലിയ ഇഷ്ടം. ഒന്നാമത്തെ പെട്ടെന്ന് തീരും, രണ്ടാമത്തത് നമുക്കിഷ്ടമില്ലാത്ത ആളുകൾ ചുറ്റും നിൽക്കുന്നോ അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്തൊരു വൈദികൻ നിന്ന് കുർബാന ഇല്ലെന്നോ ഒക്കെ എന്തിനാ വെറുതെ നമുക്ക് കുർബാന കണ്ടാൽ മതിയല്ലോ എന്നൊരു തോന്നലായിരുന്നു എനിക്ക്. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റിൽ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ വരികയും ചെയ്യും, ഇവിടെ ധ്യാനത്തിന് വരും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ അച്ഛന്മാർ പോകുമ്പോൾ ധ്യാനത്തിന് പോകും. പക്ഷെ എൻ്റെ ഇടവക വികാരി അച്ഛനോട് എനിക്കൊരു എന്തോ ഒരു മതപൂർവ്വമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ വട്ടായലച്ചൻ്റെ ഒരു ടോക്ക് കേൾക്കാനിടയായി. ഇടവക വൈദികനോടുള്ള ബഹുമാനവും ഇടവകയോടുള്ള അടുപ്പവും എത്രത്തോളം വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിച്ച താക്കോല് ഒന്ന് കുമ്പസാരമാണ്. ഞാൻ കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷനിൽ ഇവിടെ വന്ന് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നന്നായിട്ടൊന്ന് കുമ്പസാരിച്ചു. ബഹുമാനപ്പെട്ട വൈദികരോട് അല്ലെങ്കിൽ കാരണം ഉണ്ടായിരുന്ന ചില ഇഷ്ടക്കുറവുകൾ അതെല്ലാം പറഞ്ഞ് കുമ്പസാരിച്ചു. അതൊന്ന് ഒരു കാര്യമായിരുന്നു. രണ്ടാമത്തത്, ഇവിടെ ഈ സാക്ഷ്യം പറയാൻ വരുന്ന മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ളതല്ല ഈ ചേച്ചിമാരാണ്. ചേച്ചിമാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ കയറി ആദ്യത്തെ പണി കരയാന്നുള്ള. അപ്പം ഞാൻ വിചാരിച്ച എന്നാ വെച്ചാൽ ഇത് സോജി അച്ഛനും ഇവിടുത്തെ ടീം ഈ ചേട്ടന്മാരെല്ലാം കൂടെ വീട്ടിൽ പോയി പറഞ്ഞ് ഇവരെ പേടിപ്പിച്ച് പറയിപ്പിക്കണമെന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ട് നോക്കിയിരിക്കുക ഇവരാരെങ്കിലും വരുമെന്ന് ഓർത്തിട്ട്. ആരും വീട്ടിൽ വന്നിട്ടില്ല. ഇതെൻ്റെ സ്വയം ഇഷ്ടപ്രകാരം പറയണതാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഈ ഒരു നല്ല കുമ്പസാരം എനിക്ക് എൻ്റെതായ റീസൺ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇടവകയിൽ പോകാത്തതിനുള്ള റീസൺ ഇതായിരുന്നു. നമുക്കിഷ്ടമില്ലാത്തവരുടെ അടുത്ത് എന്തിനാണ് നമ്മൾ പോകുന്നത്? നമുക്ക് ഇംഗ്ലീഷ് കുർബാനയ്ക്ക് പോയാൽ മതിയല്ലോ എന്നൊരു തോന്നല്. പക്ഷെ ആ ഒരു പറഞ്ഞ് കുമ്പസാരിച്ച് വൈദികരോടുള്ള അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് മാറിയതിന് ശേഷമാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട്. അതുപോലെ തന്നെ പുറത്ത് നിൽക്കുന്ന ചേട്ടന്മാരോട് എനിക്കിപ്പോൾ ചിരിയാ തോന്നുന്നത്. കാരണം ഞാൻ ആ ക്ലബ്ബിൽ അംഗമായിരുന്നു. സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ പുറത്ത് അവിടെ പോയി നല്ല രസമാണ് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ. എവിടെയെങ്കിലും ദൂരെയുള്ള കൂട്ടുകാരന്മാർ വന്നിടാൻ ഞാൻ ധ്യാനത്തിന് വരുന്നുണ്ട് പുറത്ത് കാണാട്ടോ എന്നേ പറയാറുള്ളൂ. ഞാൻ അവിടെ പോയി നിൽക്കും. അതായിരുന്നു എൻ്റെയും കൺസെപ്റ്റ്. പക്ഷേ ഇപ്പം തമ്പുരാൻ ഒന്ന് നിലത്ത് നിർത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഈ ലോണും കാര്യങ്ങളൊക്കെ നടന്നു തരണേ ഉള്ളൂ. ഇൻ്റർവ്യൂവിന് പോകാനെടുത്ത ലോണൊക്കെ നടന്നു തരണേ ഉള്ളൂ. പക്ഷേ തമ്പുരാൻ ഒന്ന് നിലത്ത് നിർത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട സോജി അച്ഛനും ഈ സംവിധാനത്തോടും എനിക്കുള്ള കടപ്പാടും ഞാൻ അറിയിക്കുന്നു. നല്ല കൈ കൊടുക്കാം.